ഇന്ന് പരിശുദ്ധ സഭ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സ്വർഗാരോഹണം യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണവും പുനരുത്ഥാനവും അതിനുശേഷം 40 ദിവസങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യവും അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 9-ാമത്തെ വാക്യവും യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ സൂചിപ്പിക്കുന്നതായ വചന ഭാഗങ്ങളാണ്. ആ വചനത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-19 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 1:9 വരുമ്പോ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു എന്നാണ് ബൈബിള് പറയുക. അപ്പം യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട് 2 വചനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിലേക്ക് നൽകുകയാണ്. അവിടെയാണ് ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. എന്താണ് സ്വർഗാരോഹണം? സ്വർഗാരോഹണം എന്നത് എന്താണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗം, അതായത് മാനവരാശിയുടെ പാപവിമോചനത്തിനു വേണ്ടി പാപപരിഹാര ബലിയായി സ്വയം യാഗമായി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, അതായത് പുനരുത്ഥാനത്തിന് ശേഷം 40 ദിവസം തന്റെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നതിന് ശേഷം, അതായത് സകല ലോകത്തോടും സകല മനുഷ്യരോടും ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് കൃത്യമായ തെളിവ് കൊടുത്തുകൊണ്ട് എന്താ പറയുന്നത്, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് സകല ലോകത്തോടും ഉയർത്തെഴുന്നേറ്റു വന്നവനാണെന്നുള്ള തെളിവ് നൽകി ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടന്ന് ഞാൻ ജീവിക്കുന്ന ദൈവമാണ് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ലോകത്തിന് തെളിവ് നൽകിയതിന് ശേഷം മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട സംഭവമാണ് സ്വർഗാരോഹണമെന്ന് പറയുക. ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സംഗതിയല്ല, ഇത് ഒരു വിജയ പ്രവേശനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് മഹത്വത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു ഉപവിഷ്ടനായി എന്നാണ് ബൈബിള് പറയുക. അതിനോടൊപ്പം നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥന്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥന്റെ ശുശ്രൂഷയുടെ ആരംഭവും അവിടെ തുടങ്ങുകയാണ്. അതിനോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനുള്ള ഉറപ്പും പരിശുദ്ധാത്മാവിലൂടെ നമുക്കവിടെ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഇതിനെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ 40 ദിവസം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസം, അതായത് യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തതിന് ശേഷം ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് കടന്നു പോയില്ല. നമ്മൾ അത് നോക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന് ശേഷം, കുരിശുമരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം ബൈബിള് പറയുകയാണ്, 40 ദിവസത്തേക്ക് യേശുക്രിസ്തു അവരുടെ ഇടയിൽ, ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവ രാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ബൈബിള് പറയുക. അപ്പം 40 ദിവസം യേശുക്രിസ്തു
ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാരെ വചനത്തിൽ നിലനിർത്തുകയാണ്. ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. പുനരുത്ഥാനത്തിന്റെ തെളിവായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ തൊട്ട് ഒരു ഭാവി ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ അവരെ പഠിപ്പിക്കുന്ന ഒരു സാധ്യതയും നമുക്ക് ഈ 40 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണുവാൻ പറ്റും. പിന്നീട് നമ്മൾ എന്താണ് കാണുക? ഒലിവ് മലയിൽ നിന്നാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഒലിവ് മല യേശുക്രിസ്തു തെരഞ്ഞെടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഒലിവ് മലയിൽ നിന്നാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് എന്ന് നമുക്ക് തെളിവ് ലഭിക്കുന്നുണ്ട്. ഒലിവ് മല എന്ന് പറയുമ്പം അതൊരു പ്രാർത്ഥനയുടെ സ്ഥലമാണ്. രണ്ടാമത്, ഈ ഒലിവ് മലയിലാണ് ഗെത്സമനി എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നാണ് ആ വേദനയുടെ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലേക്കുള്ള യാത്രയുടെ, പീഡാസഹനത്തിന്റെ തുടക്കം എന്ന് പറയുന്ന വേദനയുടെ തുടക്കം ഈ ഒലിവ് മലയിൽ നിന്നാണ്, ഗെത്സമനിയിൽ നിന്നാണ്. അപ്പോൾ അതൊരു ദുഃഖത്തിന്റെ മലയാണ്. ഇപ്പോ അവിടെ നിന്നും സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആ മല ദുഃഖത്തിൻ്റെതല്ല, അതൊരു മഹത്വത്തിന്റെ മലയായി മാറുകയാണ്. പിന്നീട് വീണ്ടും യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുമെന്ന് പറയുമ്പോൾ ഈ ഒലിവ് മലയിലാണ് യേശുക്രിസ്തു കാലുകുത്തുക എന്ന് ബൈബിള് പറയുന്നുണ്ട്. അപ്പൊ ഒലിവ് മലയ്ക്ക് വളരെ പ്രാധാന്യം ദൈവാത്മാവ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിനപ്പുറമായി ഒരു നാൾ ഒലിവ് മല മഹത്വത്തിന്റെ വാതിലാകേണ്ട മലയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പം ഒലിവ് മല തിരഞ്ഞെടുക്കുക. വീണ്ടും നമ്മൾ കാണുകയാണെങ്കിൽ ഒരു മേഘം യേശുക്രിസ്തുവിനെ മറച്ചു എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. അത് അപ്പോസ്തലപ്രവൃത്തികൾ 1:9 നമുക്ക് കാണുവാൻ പറ്റും. ഒരു മേഘം അവനെ, അതായത് യേശുക്രിസ്തുവിനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു എന്നാണ് വചനം പറയുക. അപ്പൊ മേഘം, നമ്മളത് പഴയ നിയമവുമായി നമ്മളൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ മോശയോട് കൂടെ ഈ മേഘം നമ്മൾ കാണുന്നുണ്ട്. പർവ്വതത്തിൽ ഒരു ഒരു മഹത്വത്തിന്റെ ഒരു മേഘം, അല്ലെങ്കിൽ നമ്മളത് ഒരു സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. ദേവാലയത്തിലും ഈ ഒരു മഹത്വത്തിന്റെ മേഘം നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിനെ ഈ മഹത്വ മേഘം ഏറ്റെടുക്കുകയാണ്. മഹത്വത്തിന്റെ രാജാവായി സ്വർഗത്തിലേക്ക് യേശുക്രിസ്തുവിനെ പ്രവേശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുക, ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു ഉപവിഷ്ടനായി എന്ന് പറയുന്നു. നമ്മളത് കാണുമ്പം എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് പഠിച്ചാൽ, അവൻ, അതായത് യേശുക്രിസ്തു അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സാണെന്നും സത്തയുടെ മുദ്രയാണെന്നും തന്റെ ശക്തിയുള്ള വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു എന്നും വചനം വ്യക്തമാക്കുന്നു. പിന്നീട് അതിങ്ങനെ തുടരുകയാണ്, പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ, അതായത് യേശുക്രിസ്തു ഉപവിഷ്ടനായി എന്നാണ് എബ്രായ ലേഖകൻ വ്യക്തമാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലതുഭാഗത്ത്, മഹത്വത്തിന്റെ വലതുഭാഗത്ത്, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു ഉപവിഷ്ടനായി എന്ന് പറയുമ്പോ യേശുക്രിസ്തുവിന്റെ സീറ്റ് എന്ന് പറയുക അവിടെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് ദൈവം യേശുക്രിസ്തുവിന് നൽകിയ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം തൻ്റെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ മറ്റൊരർത്ഥത്തിൽ ഇതിനെ നമ്മളൊന്ന് കാണുകയാണെങ്കിൽ, പഴയ നിയമവും അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ചില സാഹചര്യങ്ങളുമായി അല്ലെങ്കിൽ നമ്മളൊന്ന് പഠിച്ചാൽ, പഴയ നിയമത്തിൽ പുരോഹിതന്മാര് നിന്നുകൊണ്ടാണ് ബലിയർപ്പണം നടത്തുന്നതായി നമ്മൾ മനസ്സിലാക്കുക. അവർ നിൽക്കുകയായിരുന്നു. അപ്പൊ അവരുടെ ജോലി, ബലിയർപ്പണം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരുന്നില്ല.
പഴയ നിയമത്തിലെ ബലി അതൊരു നിഴലായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ആ പഴയത് നിഴലിനെ മാറ്റി യേശുക്രിസ്തു പാപപരിഹാര ബലി കാൽവരിയിൽ എന്നേക്കും ഒരിക്കൽ മാത്രമായി അത് പൂർത്തീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ രക്ഷയുടെ ഉറപ്പ് കാൽവരിയിൽ തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് യേശുക്രിസ്തു പൂർത്തീകരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസം ഈ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായി യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണുകയാണ്. എന്ന് വെച്ചാൽ സാത്താന്റെ തലയെ തകർത്തുകൊണ്ട് കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചവൻ ഇപ്പൊ സ്വർഗത്തിൽ രാജാവായി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, യേശുക്രിസ്തു എവിടെയായിരുന്നുവോ അവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട് സ്വർഗം തുറന്ന് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കുരിശു മരണത്തിന് വേണ്ടി യേശുക്രിസ്തു അനുസരണയുള്ളവനായി ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് തിരികെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ ആയിരുന്ന സ്ഥലത്ത് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത്, മഹത്വത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുമ്പോൾ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷമാണ് യേശുക്രിസ്തു അവിടെ ഇരിക്കുക. അപ്പം സ്വർഗാരോഹണം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുമ്പം സ്വർഗാരോഹണത്തിന്റെ പ്രധാന ആത്മീയമായ ചില അർത്ഥതലങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുന്നതും നല്ലതാണ്. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നമ്മൾ കണ്ടതാണ്. ഈ സ്വർഗം തുറന്ന് കുരിശുമരണത്തിന് വേണ്ടി യേശുക്രിസ്തു മനുഷ്യനായി ദൈവത്തോടുള്ള സമാനത അതെല്ലാം ആ മഹനീയമായ കാര്യമെല്ലാം ഉപേക്ഷിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ ദൈവം യേശുക്രിസ്തുവിനെ അത്യധികം ഉയർത്തി എന്നാണ് ബൈബിള് പറയുക. എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാക്കി യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം ഉയർത്തുകയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മഹത്വീകരണം എന്ന് പറയുക കുരിശിലെ താഴ്മയ്ക്ക് ശേഷം സ്വർഗത്തിലേക്കുള്ള ഒരു ഉയർച്ചയായി നമ്മൾ കാണണം. ഹല്ലേലൂയ. അപ്പം ഒരു വ്യക്തി ദൈവ പദ്ധതി പ്രകാരം ഒന്ന് താഴ്മയോടെ നിൽക്കുമ്പോൾ ആ താഴ്മയ്ക്ക് ശേഷം അനുസരണത്തിനുള്ള ഒരു ഒരു അനുഗ്രഹമായി മഹത്വം കടന്നു വരികയാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് ഏറ്റെടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും വേദനകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും തകർച്ചകളും ഒക്കെ കടന്നു വരും. പക്ഷെ ഇതിനപ്പുറം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സും ഗ്രഹിച്ചിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. 1 കൊരിന്ത്യൻസ് 2:9 സെന്റ് പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അപ്പം സ്വർഗത്തിലെ ദൈവം എല്ലാ നാമങ്ങൾക്കും മേലായ നാമമായി യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തി എന്ന് വെച്ചാൽ ഒരു മഹത്വീകരണം അവിടെ നടക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഇതുപോലെ തന്നെ തന്റെ സാദൃശ്യത്തോട് മുൻകൂട്ടി അറിഞ്ഞവരെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സാദൃശ്യത്തിലോട് ചേർത്ത് കഴിയുമ്പോ വിളിച്ചവരെ അവൻ നീതീകരിക്കും, നീതീകരിച്ചവരെ വിശുദ്ധീകരിക്കും, വിശുദ്ധീകരിച്ചവരെ മഹത്വീകരിക്കും. ആ ഗ്ലോറിഫിക്കേഷനിലേക്കുള്ള ഒരു യാത്രയാണ് സ്വർഗാരോഹണം എന്ന് പറയുക. അതുകൊണ്ട് രണ്ടാമത് നമുക്കായി ഒരു മധ്യസ്ഥൻ സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് ഈ സമയം പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. അത് എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെയാണ് പറയുക: തന്നിലൂടെ, അതായത് യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥം അപേക്ഷിക്കുവാൻ കരുത്തുള്ളവനായി എന്ന് സ്വർഗത്തിൽ മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയിൽ ഒരു ഏക മധ്യസ്ഥൻ, അത് മനുഷ്യനായ യേശുക്രിസ്തു എന്ന് സെന്റ് പോൾ പഠിപ്പിച്ചത് ഈ സമയം നമ്മൾ ഓർക്കണം. 1 തിമോത്തി 2:4-5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും ഈ സത്യം അറിയണം.
എല്ലാവരും രക്ഷിക്കപ്പെടണം. കാരണം ഒരു ദൈവമേ ഉള്ളൂ. അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേയുള്ളൂ, അത് മനുഷ്യനായ യേശുക്രിസ്തുവാണ് എന്ന് സെന്റ് പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. അവന് മാത്രമേ കഴിവുള്ളൂ. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസ്രായനായ യേശുക്രിസ്തുവാണ്. എബ്രായ ലേഖനം നമുക്ക് ഉറപ്പ് തരുന്നത് അതാണ്. കാരണം എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കഴിവുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമുക്ക് വേണ്ടി മധ്യസ്ഥം പറയുവാൻ യേശുക്രിസ്തു സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ഈ സ്വർഗാരോഹണം എന്ന് പറയുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നതാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിന്റെ വരവിന് വഴി തുറക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം നമുക്ക് അനുഗ്രഹമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിലൂടെയാണ്, വരവിലൂടെയാണ്. അതായത് യേശു സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പെന്റിക്കോസ്റ്റൽ ഡേയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്, അത് അല്ലെങ്കിൽ ഇറങ്ങി വരുന്നത്. അപ്പം യേശുക്രിസ്തുവിന്റെ കുരിശുമരണം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, പിന്നീട് വരുന്ന അനുഗ്രഹമാണ് പെന്റിക്കോസ്റ്റൽ ഡേ എന്ന് പറയുക. അപ്പം പുനരുത്ഥാനം എന്ന് പറയുന്നത് ജീവനേകുകയാണ്. സ്വർഗാരോഹണം എന്ന് പറയുക അധികാരം നൽകുകയാണ്. പെന്റക്കോസ്റ്റൽ ഡേ എന്ന് പറയുക ശക്തി നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എന്ന് പറയുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നത് ദൈവം ആത്മാവായി നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ്. ആത്മാവായി പെന്റക്കോസ്റ്റൽ ഡേയിൽ കടന്നു വരുന്നവൻ എന്താ പറയുന്നത്, പെന്റക്കോസ്റ്റൽ ഡേയിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശക്തി നമ്മുടെ മേൽ കടന്നു വരികയാണ്. ആ വലിയ ബോധ്യം നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ഉറപ്പും ഈ സ്വർഗാരോഹണം നമുക്ക് നൽകുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്തിന്? 2 ദൂതന്മാര് അവിടെ നിന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും. എന്ന് വെച്ചാൽ ഒരു മേഘം അവരെ മറച്ചു കളഞ്ഞു. അതുപോലെ ഒരു ദിവസം ആ മേഘം തന്നെ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തും. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ തന്നെ എന്താ പറയുന്നത്, തിരിച്ചു വരുമെന്നുള്ള ഉറപ്പും സ്വർഗാരോഹണം നമുക്ക് തരികയാണ്. അപ്പം ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ഒരു പ്രവചനം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് വിശ്വാസികൾക്ക് ദൈവം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. യേശുക്രിസ്തു വീണ്ടും വരും. ഒലിവ് മലയിൽ തന്നെ യേശുക്രിസ്തു വീണ്ടും കാലുകുത്തും. പഴയ നിയമം സക്രിയ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം ബൈബിള് പറയുന്നു, ജെറുസലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്ക് ഒരു താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങുമെന്നാണ് സക്കറിയ പ്രവാചകനിലൂടെ പ്രവചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒലിവ് മലയില് തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ എന്നതുപോലെ യേശുക്രിസ്തുവിനെ നോക്കി യഹൂദജനം വിലപിക്കുന്ന ഒരു ദിവസം കടന്നു വരുമെന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. ഒലിവ് മലയിൽ യേശുക്രിസ്തു കാലുകുത്തുമ്പോ ഈ ഒലിവ് മല 2ആയി എന്താ പറയുന്നത്, കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്കൊരു താഴ്വര ഉണ്ടാകും എന്ന് ബൈബിള് പറയുന്നു. ഈ താഴ്വരയില് യേശുക്രിസ്തു കടന്നു വന്ന് തന്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്ന
ഒരു ദിവസം, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ ഓരോരുത്തരുടെയും, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഉറപ്പാണ്. ഹല്ലേലൂയ. എന്തിനാ വരുന്നത്? വിശുദ്ധരെ തന്നോട് ചേർക്കുവാൻ, ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ, തന്റെ രാജ്യം, ദൈവ രാജ്യം സ്ഥാപിക്കുവാൻ. വചനത്തില് നാം കാണുന്ന, അതായത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മറ്റു രണ്ടു പേരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഹാനോക്കും ഒന്ന് ഏലിയായും. ഇവിടെ അതൊന്ന് പരാമർശിച്ചു പോകുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ഒരു മനുഷ്യനായിരുന്നു. ഏലിയ അഗ്നി രഥത്തിൽ എടുക്കപ്പെട്ട ഒരു പ്രവാചകനും. രണ്ടുപേരും അവര് മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തില് ദൈവം ഹാനോക്കിനെ ജീവനോടുകൂടി എടുത്തുകൊണ്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ ഹാനോക്ക് 365 വർഷം ജീവിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹാനോക്കിന്റെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുക ഈ 365 വർഷം ജീവിച്ചു എന്ന ആയുസ്സിന്റെ ദൈർഘ്യത്തിലല്ല, ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന് പറയുന്ന ആ ദൈവത്തോട് കൂടെ നടന്ന ജീവിതത്തിന്റെ ഒരു മഹത്വമായിട്ട് നമ്മൾ അതിനെ കാണണം. എന്ന് വെച്ചാൽ ഹാനോക്ക് ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ച മനുഷ്യനാണ്, ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യനാണ്. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ദൈവം ആഗ്രഹിച്ച രീതിയിൽ ജീവിച്ച ഹാനോക്കിനെ ദൈവം ഉയർത്തുകയാണ്. എബ്രായ ലേഖകൻ 11-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസം മൂലം ഹാനോക്ക് മരണം കാണാതെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതായത് വിശ്വാസം മൂലമാണ് ഹാനോക്കിന് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അവിശ്വാസിയാകാതെ വിശ്വാസിയായി യേശുക്രിസ്തു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ സ്വർഗാരോഹണത്തിന്റെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഏലിയ പ്രവാചകൻ, തീഷ്ണമതിയായ ഒരു പ്രവാചകൻ, വിഗ്രഹാരാധനക്കെതിരെ ശക്തമായി നിലയുറപ്പിച്ച ഒരു പ്രവാചകൻ, പ്രാർത്ഥനയില് കർമ്മേലിന്റെ മലയില് സ്വർഗത്തിൽ നിന്നും തീയിറക്കിയ പ്രവാചകൻ, പ്രാർത്ഥിച്ചുകൊണ്ട് മഴയെ 3.5 വർഷം തടഞ്ഞു നിർത്തുവാൻ സ്വർഗം കനിഞ്ഞ് കൃപയേകിയ പ്രവാചകൻ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനായി തീഷ്ണതയിൽ ജ്വലിച്ച ഏലിയായെ ദൈവം മഹത്വത്തിൽ സ്വീകരിക്കുകയാണ്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തില് ഏലിയായും എലീഷായും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ഒരു അഭിഷേകം ഇരട്ടിപ്പങ്ക് വേണമെന്ന് ഏലിയായോട് എലീഷ ആവശ്യപ്പെടുന്ന സമയം, ഞാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കുമെന്നൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ആഗ്നേയ രഥവും ആഗ്നേയാശ്വങ്ങളും അവരെ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നുവെന്നാണ് 2 രാജാക്കന്മാർ 2:11 നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഹാനോക്കും ഏലിയായും സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. അപ്പോ അവരെ സ്വർഗത്തിലേക്ക് സംവഹിച്ചതും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഏലിയായും ഹാനോക്കും ഒരു നിഴൽ മാത്രമാണെങ്കിൽ യഥാർത്ഥത്തിൽ സ്വർഗാരോഹണത്തിന്റെ ആ പരിപൂർണത യേശുക്രിസ്തുവിലാണ് എല്ലാറ്റിൻ്റെയും ഒരു പൂർത്തീകരണമെന്ന് പറയുക. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. എന്നാൽ മരണം കാണാതെയാണ് ഹാനോക്കും ഏലിയായും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസികളായി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ശാരീരിക മരണത്തിലൂടെ കടന്നുപോയാലും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവർ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ്, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പം നമ്മുടെ മുമ്പിൽ തെളിവ് നൽകിയിട്ടാ പോവുക. ശരീരത്തിൽ കടന്നു വന്നു ഒരു ദൈവം, ശരീരത്തിൽ മരിച്ചു ഒരു ദൈവം, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിച്ച്
സകല ലോകത്തോടും തെളിവ് നൽകി ഞാൻ മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റവനാണ് എന്ന് പറഞ്ഞ് ആ ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വർഗാരോഹണത്തിനുള്ള ഒരു അവസരമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ മരണം പോലും ഒന്നിൻ്റെയും അവസാനമല്ല. ഈ ലോകം നിങ്ങളെ താഴ്ത്തിയാലും ദൈവം നിങ്ങളെ ഉയർത്തും. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുക. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം പാപത്തിന്റെ അടിമത്തത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്നതെങ്കിൽ പാപത്തിൽ ജീവിക്കുന്നവൻ ഈ ഭൂമിയോട് ബന്ധപ്പെട്ട് ഈ ഭൂമിയോട് ചേർന്ന് ഇവിടെ ജീവിക്കും. എന്നാൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവൻ സ്വർഗത്തോട് ചേർന്ന് ജീവിക്കും, മുന്നോട്ട് പോകും. അപ്പൊ മരിച്ചാലും സ്വർഗത്തിലേക്ക് കടന്നു പോകും. എന്നാൽ പാപത്തിൽ മുഴുകിയുള്ള ജീവിതമാണെങ്കിൽ ഇവിടെ ഈ ഭൂമിയിൽ തന്നെ എല്ലാം തീരും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് സെന്റ് പോള് ഭൂമിയിൽ നിങ്ങൾ കണ്ണു വെക്കരുത് എന്ന് പറയുന്നത്. കൊളോസോസിന്റെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിൽ ഉള്ളവയെ അന്വേഷിക്കുവിൻ. ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ള വസ്തുക്കളിൽ ശ്രദ്ധിക്കുവിൻ എന്ന് കൃത്യമായി ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്. ഉന്നതത്തിൽ, അതായത് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിൽ, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിൽ. ഹല്ലേലൂയ. അവിടെയാണ് ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിൽ ഉള്ളവയെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. ഇവിടെ അങ്ങനെ ഒരു ജീവിതം നമ്മൾ ഇവിടെ നയിക്കുമ്പം യേശു ക്രിസ്തുവിന് പോലും ദൈവം ഒരു ദൗത്യം കൊടുത്താണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ യേശു ക്രിസ്തു നമുക്കൊരു ദൗത്യം തന്നിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. അതായത് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തു സകല മർത്യരോടും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്ത് ചെയ്യണം? സുവിശേഷം പറയണം, സുവിശേഷം പ്രസംഗിക്കണമെന്ന് നമുക്കൊരു കൽപ്പന തന്നിട്ടാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത്. ആ ദൗത്യം വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, നമുക്ക് വേണ്ടി ഒരു ദൈവം കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. മർക്കോസിന്റെ സുവിശേഷം 16:15 പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ദൈവം സൃഷ്ടിച്ച സകലരോടും സുവിശേഷം പറയുവാൻ നമുക്കൊരു ദൗത്യം ദൈവാത്മാവ് തരുകയാണ്, യേശുക്രിസ്തു തരുകയാണ്. അതുകൊണ്ട് ആ പ്രത്യാശയിലായിരിക്കണം ഇനി നമ്മളുടെ ജീവിതം എന്ന് പറയുക. ഹല്ലേലൂയ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ഒരു നാൾ വിശ്വാസികളായ നമ്മളും ആ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, ആ പ്രത്യാശ നമ്മിൽ ഉണ്ടാകണം. അപ്പൊ യേശു നമ്മളോട് പറഞ്ഞതായ കാര്യം, സകല ലോകത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയണമെന്നുള്ള ഒരു ഉത്തരവാദിത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യണം. വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് നോക്കി പാർത്തുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം. ആ പ്രത്യാശയിൽ നമ്മൾ കടന്നുപോയാൽ നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിച്ചാലും നമ്മൾ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും. ഇവിടെ ദൈവത്തിന്റെ ജനമേ, 1 തെസ്സലോനിയൻ 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ സെന്റ് പോൾ പറയുകയാണ്, എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവനോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന് പറയുകയാണ്. ഓർക്കുക, സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തുവിനെ ഒരു മേഘം എന്ത് ചെയ്തു? ഏറ്റെടുക്കുകയാണ്. മേഘം സംവഹിക്കപ്പെട്ടു, ഇല്ലേ? ഇവിടെ ഇറങ്ങി വരുമ്പോഴും മേഘത്തിൽ അവരോടൊപ്പം നമ്മളെയും ചേർക്കും, ആ മേഘത്തിൽ നമ്മളെയും സംവഹിക്കപ്പെടുമെന്നാണ് ബൈബിള് പറയുക. അപ്പം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഉന്നതത്തിലുള്ളവയെ നോക്കിയുള്ള
ഒരു ജീവിതം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ ലക്ഷ്യമാക്കണം. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എന്താ പറയുന്നത്? യേശുക്രിസ്തുവിനോടൊപ്പം നമ്മളുടെ ജീവൻ ദൈവത്തിന്റെ നെഞ്ചിലാണുള്ളത്. ആ സമയത്ത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവില് മരിച്ചുപോയവര് ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്നവര് ആ മേഘത്തിൽ സമൂഹിക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അപ്പോ സ്വർഗാരോഹണം എന്ന് പറയുന്നത് അവസാനമല്ല, അതൊരു പുതിയ ശുശ്രൂഷയുടെ ആരംഭമാണ്. ഹല്ലേലൂയ. അപ്പം ഒരു പുതിയ ശുശ്രൂഷയുടെ ആരംഭമാണ് എന്ന് പറയുമ്പം യേശുക്രിസ്തു കുരിശിൽ മരിച്ചവൻ, കല്ലറ ഭേദിച്ച്, ലോകത്തിൽ ഒരൊറ്റ കല്ലറ മാത്രമേ ഇന്നും തുറന്നു കിടക്കുന്നുള്ളൂ, അത് നസ്രായനായ യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. ആ കല്ലറ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് സ്വർഗത്തിൽ രാജാവായി ഇരിക്കുകയാണ്, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത്. പക്ഷെ അവൻ ഇനി രാജാവായി കടന്നു വരുന്ന ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഇന്നെ ഒരുങ്ങിയിരിക്കണം. നമ്മുടെ ജീവിതം അതിനുവേണ്ടി നമ്മൾ എന്താ പറയുന്നത്, കൃത്യമായി പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിതത്തെ ക്രമീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. കാരണം യേശുക്രിസ്തു പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഉറപ്പ് തന്നിട്ടാ പോയെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ എടുത്താൽ യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തു വീണ്ടും വരും. യേശുക്രിസ്തു വീണ്ടും വരുന്നത് നമ്മളെ യേശുക്രിസ്തു ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ്. എന്നാൽ ഇന്ന് ഈ ലോകം ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയും. ഈ ലോകം ഇന്ന് വളരെ വിദഗ്ധമായി നമ്മുടെ കണ്ണുകളിൽ തിന്മയുടെ സ്വാധീനത്തെ നൽകി ഈ ദൈവം നമുക്ക് നൽകുവാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കും. ഈ ലോകം നിങ്ങളെ എന്താ പറയുന്നത്, പല മേഖലകളിലേക്ക് കൊണ്ടുപോകും. കുടുംബത്തിനെതിരെ, മാതാപിതാക്കൾക്കെതിരെ, സഭയ്ക്കെതിരെ എല്ലാം നിലനിർത്തും. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, യേശുക്രിസ്തു പോയത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഇന്ന് രാജാവായി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവൻ നാളെ രാജാതിരാജാവായി മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ജീവിച്ചിരിക്കുന്നവർ ആ മേഘത്തിൽ സംവഹിക്കപ്പെടുമെന്നുള്ള ഉറപ്പ്. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞ് എന്താ പറയുന്നത്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുവാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുങ്ങണം. ആ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. നല്ലതാ, പോയാൽ പരിശുദ്ധാത്മാവെന്ന സഹായകനെ ദൈവം നമുക്കായി ഒരുക്കും. വീണ്ടും സ്ഥലം ഒരുക്കിയതിന് ശേഷം നമ്മെ ചേർക്കുവാൻ വീണ്ടും വരും. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയുന്ന ഒരു പോയിന്റ്, നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ പിതാവിൽ നിന്നും ഞാൻ പറഞ്ഞ, എൻ്റെ പിതാവിൽ നിന്നും നിങ്ങൾ കേട്ട വാഗ്ദാനമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനത്തിന് വേണ്ടി നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണമെന്നാണ് ശിഷ്യന്മാരോട് ദൈവം സ്വർഗാരോഹണത്തിനു മുമ്പ് പറഞ്ഞത്. പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പെന്റക്കോസ്റ്റൽ ഡേയില് പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാരും ഏകദേശം 120ഓളം പേര് മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം. ഇവിടെ കാത്തിരിപ്പുണ്ടാകണം. ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള തീരുമാനമുണ്ടാകണം. കാത്തിരുന്ന് ദാഹത്തോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. പരിശുദ്ധാത്മാവ് എന്ന ഒരു ദാനം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം അതിന്റെ 1 തൊട്ട് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേട്ടതും നമ്മുടെ മനസ്സിലുള്ളതുമായ ഒരു ചിത്രം, ആത്മാവിന്റെ ഒരു ആഗമനം.
അതിനുവേണ്ടി കാത്തിരിക്കുവാൻ ഇന്നു തൊട്ട് 10 ദിവസം 24-ാം തീയതി സഭ പെന്റക്കോസ്റ്റൽ ഡേ ആയി ആചരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, ഏക മനസ്സോടെ പ്രാർത്ഥിക്കാം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സകല കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ യൗവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താ പറയുന്നത്, ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്വർഗാരോഹണം നമുക്ക് ഉറപ്പ് തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എല്ലാ നന്മകൾ കൊണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.